നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ ശ്രീലാഭ. നമസ്കാരം രാജേഷ്. നമസ്കാരം രാജേഷ്. നമസ്കാരം. ശരിക്കും നമ്മുടെ കഴിഞ്ഞ ദിവസം ഒക്കെ പ്രളയം അരമണിക്കൂർ കൊണ്ട് റാന്നി ടൗണിൽ വെള്ളം കയറിയത് ഞെട്ടലോടെയാണ് ജനം കണ്ടത്. ഓണത്തിന് കടകളിലൊക്കെ സൂക്ഷിച്ചിരുന്ന കച്ചവടത്തിന് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും നശിച്ചെന്നൊരു വളരെ വിതുമ്പലോടെ അവർ പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും, കോട്ടയത്തായാലും പാലയിലായാലും അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലുമൊക്കെ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. പ്രളയ സമാനമായ അന്തരീക്ഷമായിരുന്നു. ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നെങ്കിൽ, ഡാമുകൾ തുറന്നു വിടേണ്ടി വന്നിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടിയായനെ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടുന്ന നാശനഷ്ടം. പക്ഷേ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പൊന്നാനിയിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന വാർത്ത, ആ ദൃശ്യങ്ങൾ സഹിതം അത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നു. കാരണം അവരത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ദേശാഭിമാനി അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കരമാർഗം പോകാൻ സമയം കുറവുള്ളപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റും കേരളം എന്ന സംസ്ഥാനത്ത് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളം ഇങ്ങനെ പ്രളയക്കെടുതിയിൽ നമ്മുടെ തിരുവനന്തപുരത്തിന് അപ്പുറമുള്ള കൊല്ലം മുതൽ കോട്ടയം മുതൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളൊക്കെ, തൃശ്ശൂർ ജില്ലയൊക്കെ പ്രളയക്കെടുതിയിൽ ഇങ്ങനെ അമർന്നിരിക്കുമ്പോൾ, ജനങ്ങൾ ബാധിതരായി നിൽക്കുമ്പോൾ, പലയിടത്തും വീടുകൾ വരെ മണ്ണിടിലായി ജീവൻ വരെ നഷ്ടപ്പെട്ട ഈ സമയത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത്തരം ഒരു പൊന്നാനി ഉച്ചഭക്ഷണ വിരുന്ന് ചടങ്ങിൽ പങ്കെടുക്കേണ്ട അതൊരു ധാർമ്മികതയുടെ ഭാഗമായി അത് ഒഴിവാക്കിക്കൂടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായും രാജേഷ്, ഇപ്പോ നമുക്ക് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ രൂപീകരിച്ച ശേഷം സർക്കാരിന്റെ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലേക്ക് പോകേണ്ട സമയം എത്തിയിരിക്കുന്നു. ഈ സമയത്തും നമുക്കറിയാം, പോക്കി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ PR-ഉം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വിരുന്നു സൽക്കാരവും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ പണ്ട് പ്രളയമുണ്ടായ കാലം നമുക്കറിയാം. ആ പ്രളയത്തിന് അത്രയധികം രൂക്ഷമല്ലെങ്കിലും അതിന് സമാനമായി ആ ഭാഗം തന്നെ വീണ്ടും ഒരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. വള്ളംകളിയും അതുപോലെ തന്നെ വള്ളസദ്യയും ഒക്കെ, വള്ളത്തിന് സദ്യ കൊടുക്കുന്ന രീതി അവിടെയുണ്ട്. വള്ളസദ്യ എന്ന പേരിൽ വള്ളസദ്യ അടക്കം മാറ്റി വെച്ചിരിക്കുന്നു. അവിടെ ഓരോ കാര്യങ്ങളും വളരെ കരുതലോടെയാണ് ഭരണകൂടം നോക്കേണ്ടത്. ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ പലരും പറയുന്നുണ്ടായിരുന്നു, ഇത്രയും സമയമായിട്ടും ഒരാൾ പോലും വന്നില്ല, നേരത്തെ ഉള്ള പ്രളയത്തിൽ എങ്ങനെ ആയിരുന്നില്ല എന്ന്. നേരത്തെ ഉള്ള പ്രളയത്തിലും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം നേരത്തെ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ പ്രവർത്തനം അതീവ ഗംഭീരമായി തന്നെ ആ പ്രവർത്തനം സേവാഭാരതി അടക്കം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസുകാർ അധികാരത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ഉള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോൺഗ്രസുകാരെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയോ പൊതുപ്രവർത്തനം ചെയ്യുകയോ ചെയ്യുന്നവരല്ല. ഖദറൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മേലനങ്ങി പണിയെടുത്ത് ശീലമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തുള്ള സഖാക്കന്മാർ ഇറങ്ങി, ഒപ്പം സേവാഭാരതിയും ഇറങ്ങി. നേരെ മറിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ സഖാക്കന്മാർ ഇറങ്ങാനുള്ള സാഹചര്യം കുറവാണ്. അവരുടെ സർക്കാരല്ല ഉള്ളത്. പിന്നെ പൊതുപ്രവർത്തനം ഇഷ്ടപ്പെടുന്ന വലിയ ഘട്ടമുണ്ടായാൽ ഒരു പക്ഷെ അവർ ഇറങ്ങുമായിരിക്കും. സേവാഭാരതിയും ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാലും പഴയ പോലെയുള്ള ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് സേവാഭാരതിയും ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടും അവർ ഏതെങ്കിലും രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ ഖദർ ഉടയാതെയും മറ്റുള്ള പൊതുപ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ശരീരമനങ്ങി പൊതുപ്രവർത്തനം നടത്താത്തവരായതുകൊണ്ടുള്ള പ്രശ്നമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഈ പൂക്കി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം പൂക്കി ആഘോഷമായിരുന്നു. അതിനുശേഷം ഇപ്പൊ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനെ കാണാൻ പോയി എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് വലിയ തെറ്റു പറയാൻ കഴിയില്ല. കാരണം കുടുംബത്തിലുള്ള ഒരാളാണ്, എത്രയും പെട്ടെന്ന് ചെല്ലുക. അപ്പോ അവിടെ ചെന്ന് ഒരുപക്ഷെ വലിയ അത്യാസന്ന നിലയിലാണ്, എല്ലാവരെയും അറിയിക്കാൻ ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് എറണാകുളത്ത് എത്തേണ്ടതുണ്ട്. അപ്പൊ ആ എറണാകുളത്ത് എത്താനുള്ള സമയത്തിൽ പെട്ടെന്ന് ഒരു 5 മണിക്കൂർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ പോയാലും ഒരു 3-4 മണിക്കൂർ അധികം എടുക്കും
എറണാകുളം എത്തണമെങ്കിൽ. പ്രത്യേകിച്ച് ഈ റഷുള്ള സമയമാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കും ഒക്കെ കൊണ്ട് ഒരു 5 മണിക്കൂർ 4.5 മണിക്കൂറിനകത്ത് എത്തും. നേരെ മറിച്ച് ഇവിടുന്നാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ 20 മിനിറ്റിനകത്ത്. എല്ലാം കൂടി ഒരു 1 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ ചെല്ലണം. എല്ലാം കൂടി ഈ 1 മണിക്കൂർ 20 മിനിറ്റ്. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 20 മിനിറ്റിനകത്ത് കൊച്ചിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പോയത്. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം പിണറായി വിജയന്റെ കാലത്തും ഈ ഹെലികോപ്റ്റർ വാങ്ങിച്ചിടുകയും അത്തരത്തിൽ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിന് ഓടിയില്ലെങ്കിലും പണം കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ഓടിയിട്ട് പണം കൊടുക്കുന്നതാണ് അതിലും ഭേദം എന്നുള്ളതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉണ്ടായത്, ഇന്നലെ ഇത്രയധികം രൂക്ഷമായ മഴക്കെടുതികളിലും ഉരുൾപൊട്ടൽ ഭീഷണിയിലുമൊക്കെ കേരളത്തിലെ നല്ലൊരു വിഭാഗം വരുന്ന 3-4 ജില്ലക്കാർ ബുദ്ധിമുട്ടുമ്പോൾ അതിൽ ഈ മഴക്കെടുതി ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട, ചെങ്ങന്നൂരും മഴയുടെ പ്രശ്നമുണ്ട്. ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലം. അപ്പൊ ഇങ്ങനെ 3-4 സ്ഥലങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ സംസ്ഥാനത്ത് ഇത്രയും വലിയ രൂക്ഷമായ മഴക്കെടുതി തുടരുമ്പോഴാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു സ്വകാര്യ സന്ദർശനം പൊന്നാനിയിലേക്ക് നടത്തുന്നത്. അതായത് സംഭവത്തിൽ വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഫൈസൽ ബഫാക്കി തങ്ങളുടെ വസതിയിൽ നടന്ന ഉച്ചഭക്ഷണത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോ പുറത്തു വരുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടെയാണ് മുഖ്യമന്ത്രി അവിടെയാണ് എന്ന് പോലും ജനങ്ങൾക്ക് മനസ്സിലായത്. ഇത്രയധികം വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അവിടെ എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ട അടിയന്തര സൗകര്യങ്ങൾ അവിടെ എന്തൊക്കെ വേണോ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഉച്ചഭക്ഷണം കഴിക്കാനായി മലപ്പുറത്തേക്ക് പോയത് എന്തുകൊണ്ടായാലും അത് ധാർമ്മികമായി അതൊരു ശരിയായ നടപടിയല്ല. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ ഒരു ഭരണപരാജയമായി തന്നെ അതിനെ കണക്ക് കൂട്ടണം. അത് അദ്ദേഹം പോയതാണെങ്കിൽ പോലും അതൊരു ഭരണപരാജയമായാണ് കണക്ക് കൂട്ടേണ്ടത്. കാരണം സംസ്ഥാന മന്ത്രിസഭയുടെ തലവനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഭരണപരാജയമായി തന്നെ കണക്കാക്കപ്പെടും. അതുപോലെ മുഖ്യമന്ത്രിയുടെ സന്ദർശന ദൃശ്യങ്ങൾ ഈ ഫൈസൽ ബഫാക്കി തന്നെയാണ് അദ്ദേഹം ഇത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്കൂടാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് പലരും രംഗത്ത് വന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രളയം മഴക്കെടുതിയും രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇത്തരമൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സമയോചിതമായില്ല എന്നുള്ളത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന വിമർശനം. അതുപോലെ തന്നെ നേരത്തെ യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന, കോൺഗ്രസ് സഹയാത്രികനായിരുന്ന, കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു തോന്നുന്നു പി സരിനും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാലവർഷക്കെടുതിക്കിടയിൽ മുഖ്യമന്ത്രി പൊന്നാനി MLA-ക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തന ഏകോപനത്തിന്റെ അപൂർവ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടാണ്, ട്രോളിക്കൊണ്ടാണ് അത്തരമൊരു ചിത്രം സരിൻ പങ്കുവച്ചത്. അപൂർവ ദൃശ്യങ്ങൾ എന്ന അടിക്കുറിപ്പും അതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി A റഹീം MP മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ദുരന്തബാധിതരായ ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായിരിക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് സ്വകാര്യ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് എന്നാണ് A റഹീം അടക്കമുള്ളവർ പറയുന്നത്. അത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണും കാതും തുറന്ന് നോക്കിയിരിക്കേണ്ട സമയമാണ് അദ്ദേഹം. ആ സമയത്ത് മുഖ്യമന്ത്രിയാണ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം അത് നോക്കിയിരിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തിനായി പോയി എന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമൂഹ്യ ദുരന്തത്തിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനും രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നതിനുമൊക്കെ ചെയ്യേണ്ട സമയമാണിത്. അതിനു പകരം സ്വകാര്യ പരിപാടികൾക്കായി ആണ് പ്രാധാന്യം നൽകിയതെന്ന വിമർശനമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. ഇത് അനവസരത്തിലുള്ള നടപടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി അടക്കം പലരും കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഇടതുപക്ഷക്കാരൊക്കെ ഇറങ്ങി ട്രോളുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആ വിഷയത്തിൽ ഞാൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറ്റപ്പെടുത്താനില്ല. കാരണം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട്, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിനെങ്കിലും അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വകാര്യ ആവശ്യം, മറ്റാവശ്യങ്ങൾ എന്ന് പറഞ്ഞ് രണ്ട് ഹെഡിൽ പോകാൻ പറ്റില്ല. പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ എല്ലാ സമയത്തും സ്വകാര്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കഴിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടതല്ലേ ഈ സ്വകാര്യ സന്ദർശനത്തെക്കുറിച്ചും സ്വകാര്യ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ എവിടെ പോയാലും, ഏത് പരിപാടിക്ക് പോയാലും, ഏത് ഒഫീഷ്യൽ കാര്യത്തിന് പോയാലും കമലാ വിജയനെയും അതുപോലെ തന്നെ വീണ വിജയന്റെ മകനെയും ഒക്കെ ചേർത്ത് മുഖ്യമന്ത്രി പോയപ്പോ ഇതൊന്നും ഇവർ അറിഞ്ഞില്ലേ, ഇതൊക്കെ സ്വകാര്യമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അത് സ്വകാര്യമല്ലാതിരിക്കുകയും ഇത് ചെയ്യുമ്പോൾ സ്വകാര്യമായിരിക്കുകയും ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ കാണാം. ഇപ്പൊ വി ഡി സതീശൻ പെട്ടെന്ന് ഭാര്യയെ കാണണമെന്ന് തോന്നി, അപ്പൊ ഹെലികോപ്റ്റർ എടുത്ത് പോയെങ്കിൽ അത് തെറ്റ്.
നേരെ മറിച്ച് ഒരാൾക്ക് സുഖമില്ലാതിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം, അടിയന്തര സാഹചര്യമാണ്. പെട്ടെന്ന് അമ്മായിയച്ഛനാണെങ്കിലും ആരാണെങ്കിലും പെട്ടെന്ന് അടിയന്തര സാഹചര്യത്തിൽ ഒരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് അവിടെ വരെ പോയെങ്കിൽ അതിൽ തെറ്റ് കാണാൻ കഴിയില്ല. പക്ഷേ ഈ അന്തരീക്ഷവും അതുപോലെ തന്നെ കാലാവസ്ഥയും പ്രതികൂലമായി ജനങ്ങളെ ബാധിക്കുന്ന ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ സ്വകാര്യ സന്ദർശനങ്ങളും ഇത്തരത്തിലുള്ള സൽക്കാരങ്ങളും ഒക്കെ അദ്ദേഹം നിർത്തിവെക്കണം. അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞു. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്ക് കടക്കേണ്ട സമയമാണ്. അതിനെ, ഈ ഒരു വിഷയത്തെ വിമർശിക്കാതിരിക്കാനും കഴിയില്ല. പൊന്നാനിയിലെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ വിമർശിക്കാതിരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. കാരണം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. എല്ലാവരുടെയും ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങൾക്ക് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് നിൽക്കേണ്ട ആൾ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കേണ്ട ചുമതല, ഇതൊക്കെയുള്ളപ്പോൾ അദ്ദേഹം ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശ്രീല, എന്തായാലും ഒരു 12 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇത്തരമൊരു പ്രളയ സമാനമായ അന്തരീക്ഷമായിരുന്നു. മുഖ്യമന്ത്രി ഈ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക, ഈ പ്രളയ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ജില്ലകളിലൂടെ യാത്ര ചെയ്യുക എന്നത് തന്നെ അതൊരു ഒരു ഈ പുത്തിരിയിൽ കല്ലിടിക്കുന്ന ഒരു അനുഭവമില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ കാണിച്ചു കൊടുക്കുകയാണ് റെഡ് അലർട്ട് ഉള്ളപ്പോൾ നിങ്ങൾ. അതെ, തീർച്ചയായും അദ്ദേഹത്തിനും പ്രതിസന്ധിയാണത്. അതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നത് ഡാമുകളിലെ മണൽ വാരലിനെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുപോലെ ഡാമുകളിൽ നിന്ന് മണൽ വാരാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഡാമുകളിൽ മണൽ സംഭരിച്ചുകൊണ്ട് ചില കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കൊടുക്കാനായി മണൽ വാരാതിരിക്കുകയും പിന്നീട് ഒരു സാഹചര്യം വന്നപ്പോൾ ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിടുകയും ചെയ്തപ്പോഴാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായതെന്നും ആ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിൽ മാത്യു ടി തോമസിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൃഷ്ണൻകുട്ടി ഉന്നയിച്ചതിന്റെ, മുൻ മന്ത്രി കൂടിയായിരുന്ന കൃഷ്ണൻകുട്ടി ഉന്നയിച്ചതിന്റെ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനിടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നത്. ഈ ഡാമുകളും മറ്റും ശുദ്ധീകരിച്ച് മണലൊക്കെ മാറ്റണമെങ്കിൽ അതിന്, കാരണം ഡാമിലേക്ക് വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി കൊണ്ടുമെങ്കിൽ ഈ മണലൊക്കെ അടിയുന്ന മാറ്റണം. അപ്പൊ ഈ മണലൊക്കെ അടിയുന്നത് മാറ്റിയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം സമയങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഒരു പ്രളയം വരുത്തിയ വിന എന്താണെന്ന് നമുക്കറിയാം. എത്രയോ പേർക്കാണ് അവരുടെ ജീവിതവും ജീവനും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടു പോയത്. ഇനിയൊരു പ്രളയത്തിലേക്ക് അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. വയനാട് നമ്മൾ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഈ യാത്ര ചെയ്യുന്നതും ഇത്തരത്തിലുള്ള യാത്രകൾ അദ്ദേഹം റോഡിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ നടത്തുന്നത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ജീവനും അപകടത്തിലാക്കാനുള്ള സംവിധാനം ഒരു മാർഗമായി മാറില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം പ്രകൃതി ദുരന്തങ്ങളാണ്, ഏത് സമയത്തും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് അദ്ദേഹവും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ അദ്ദേഹം സ്വകാര്യ സന്ദർശനങ്ങളും ഇങ്ങനെ ഊണും ആഹാരം കഴിപ്പുമായും നടക്കേണ്ട സാഹചര്യമല്ല നിലവിലുള്ളത്. അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ, അദ്ദേഹം സർക്കാരിന്റെ തലവനായതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഏകോപന ചുമതല ഭംഗിയായി നടപ്പാക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഏത് പൂക്കി മുഖ്യമന്ത്രിയായാലും. ഇതിനു മുമ്പുള്ള ഇരട്ടച്ചങ്കൻ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അപ്പൊ ഇരട്ടച്ചങ്കനെ എടുത്ത് കളയുന്നതിൽ എളുപ്പം തൂക്കിയെറിയും ഇവിടുത്തെ ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും അതിനുള്ള മാർഗങ്ങൾ ചെയ്യുകയും, ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോട് സംസാരിക്കണമെങ്കിൽ ആ സന്നദ്ധ സംഘടനകളോട് സംസാരിച്ചുകൊണ്ട് ആൾക്കാരെ ഇറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ശരിക്കും മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ടീം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യല്ലേ വേണ്ടിയിരുന്നു. കാരണം ഇത്തവണ അങ്ങനെ ഒരു ടീം ഉണ്ടായില്ല. പി സി വിഷ്ണുവിനടക്കം അയച്ചു എന്നല്ലാതെ. അതെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് അദ്ദേഹം ഇരുന്നു കൊണ്ട് ഈ ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി കൂടെയുള്ളവരെ ചേർത്തുകൊണ്ട് ക്രൈസിസ് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, ഖദറിട്ടവർ ഖദറിന്റെ ചുളുക്ക് മാറാൻ ഒരിക്കലും താമസിക്കില്ല എന്ന്, അല്ലേ? അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ നമുക്ക് എത്ര കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം അത് തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ ഖദറിന്റെ ചുളുക്ക് മാറാൻ സമ്മതിക്കാത്ത അണികൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുമ്പോൾ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വെല്ലുവിളി അതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യേണ്ടത് മറ്റുള്ള ആ വെല്ലുവിളിയെ മറികടക്കാൻ അവർ ചെയ്യേണ്ടത് ഇത്തരം ആൾക്കാരെ സജ്ജമാക്കാനുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സുകാരും പ്രവർത്തിക്കണം എന്ന് പറയണം. അവർ പ്രവർത്തിക്കാൻ വന്നാലും അവർക്ക് ഇത്തരം പരിചയമില്ലാത്തതുകൊണ്ട് പ്രശ്നമാണ്. സേവാഭാരതി പോലുള്ള സംഘടനകൾ, അതുപോലെ ഏതെങ്കിലുമൊക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ, അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും തേടേണ്ടതില്ല. അത്തരം സംഘടനകളെ ദുരന്തമുഖത്ത് ഇറക്കി അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള മാർഗങ്ങൾ, അത്തരത്തിലുള്ള ഏകോപനം ക്രൈസിസ് മാനേജ്മെന്റ് നടത്തിക്കൊണ്ട് വി ഡി സതീശൻ ചെയ്യണം.
എത്ര എതിരഭിപ്രായം ഉണ്ടെങ്കിലും കഴിഞ്ഞ പ്രളയത്തിൽ ഡിവൈഎഫ്ഐ അടക്കം സേവാഭാരതി ഡിവൈഎഫ്ഐ ഒക്കെ ചെയ്ത ആ അവസാനം പ്രളയം കഴിഞ്ഞിട്ട് അവർക്ക് വീടുകൾ കഴുകി ഇറക്കുകയായിരുന്നു അല്ലെ. പ്രളയ സത്യം സമയത്ത് സത്യം. ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ അവർ ആ ഡിവൈഎഫ്ഐയിലെ കുട്ടി പയ്യന്മാരല്ല ആരെങ്കിലും സഹായമൊക്കെ എത്തിക്കുമായിരുന്നു അല്ലെ. അവർ അതെ പ്രളയ അതെ, സമയത്ത് തീർച്ചയായും സഹായം തീർച്ചയായും. എത്തിച്ചു. സേവാഭാരതി അവസാനം ഒരു വിമർശനം വന്ന സേവാഭാരതിക്കാർ ആർ.എസ്.എസ്കാർ കാക്കി നിൽക്കിട്ടുണ്ട് അങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. കാരണം അവരുടെ പ്രവർത്തനത്തിൽ അസൂയപ്പെട്ടു. പക്ഷെ അന്ന് ഡിവൈഎഫ്ഐ ഒക്കെ സംയുക്തമായി നിന്ന ഒരു പ്രതിഷേധമോ ഒന്നുമില്ലാതെ അവർ കൃത്യമായിട്ട് ചെങ്ങന്നൂർ ആറന്മുളയൊക്കെ കഴുകി വൃത്തിയാക്കി ഇറക്കി നന്നാക്കി കൈ അതെ കൊടുത്തു അല്ലെ. തീർച്ചയായും പക്ഷെ തീർച്ചയായും. ഇത്തവണ അവിടെ സേവാഭാരതി പ്രത്യേകിച്ച് still കേട്ടോ കൂടുതൽ പ്രവർത്തനം നടത്തിയ സേവാഭാരതിയെ അതെ പോലെ സന്നദ്ധ സംഘടന പ്രവർത്തനം നടത്താൻ മറ്റൊരു സംഘടനയ്ക്ക് കഴിയില്ല. ഡിവൈഎഫ്ഐയും ഒരു പരിധിവരെ അവരോടൊപ്പം തന്നെ നിന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ മറ്റു അതെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ സമയത്ത് പ്രളയം കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ മാറ്റിയതും തട്ടിച്ചതും വെട്ടിച്ചതും ഒക്കെ പിന്നീട് പുറത്തു വന്നു. അതെ എങ്കിൽ പോലും ആ സമയത്ത് ദുരന്ത സമയത്ത് ദുരന്തമുഖത്ത് നിന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ ദുരന്തമുഖത്ത് നിൽക്കാൻ പോലും ആരുമില്ല. ഏകോപനം നടത്താനുള്ള ആൾ പൊന്നാനിയിൽ വിരുന്നിന് പോയിരിക്കുന്നു. അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ആളെത്തിയില്ല. മണിക്കൂറുകൾ കഴിഞ്ഞാണ്. കഴിഞ്ഞ പ്രളയത്തിലെ പോലെ അല്ല എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ചിലരുടെ ബൈറ്റുകൾ ഞാൻ കാണാനിടയായി. അപ്പൊ അവർ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, ഇപ്രാവശ്യം ആളുകൾ വരുന്നില്ല രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ജൻസി സമരത്തിന് ജൻസികളുടെ സമരമാണെന്നും പറഞ്ഞ് പാറ്റാ വിപ്ലവവും സമരവും ഒക്കെ നടത്താൻ വേണ്ടി പോയ എല്ലാവരും ഇത്തരം വിഷയങ്ങളിൽ ഇറങ്ങണം. എങ്കിലേ നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ ഈ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രാപ്തരാണ്. രഞ്ജിനി ഹരിദാസ് ഒക്കെ എവിടെ പോയെന്ന് അറിയില്ല. രഞ്ജിനി ഹരിദാസ് ഒക്കെ ദുരന്തമുഖത്ത് ഇറങ്ങണം തീർച്ചയായിട്ടും. രഞ്ജിനി അതെ ഒരു ഇപ്പോ കേരളത്തിലെ CPM-കാരുടെ ഒരു വിപ്ലവ നായിക, ഒരു സമര നായിക, സ്വാതന്ത്ര്യ സമര സേനാനി പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള ഒരു വിഷയത്തിൽ ഇറങ്ങണം. ഈ ദുരന്തമുഖത്തേക്ക് വരണം രഞ്ജിനി ഹരിദാസ് ഒക്കെ. തീർച്ചയായിട്ടും. ജാൻമണി എന്തായാലും ദാസ്, ഒരു രഞ്ജിനി അഞ്ചു ഹരിദാസ്, വർഷത്തേക്ക് പ്രിയാസന അതെ അങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങണം. അതെ എന്തായാലും ഒരു 5 വർഷത്തേക്ക് ഇനി കേരളത്തിൽ ഒരു പ്രളയം ഉണ്ടാകരുതേ. ഉണ്ടായാൽ ചിലപ്പോൾ ഈ കോൺഗ്രസുകാരുടെ ഖദർ ചുളുങ്ങിയിരിക്കും. അങ്ങനെ അങ്ങനെ ഖദർ ചുളുങ്ങാൻ ഇടവരുത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ അതെ, സത്യം.